മർക്കോസിൻ്റെ സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. എന്താണ് രക്ഷ? ദൈവം ഈ ഭൂമിയിൽ യേശുക്രിസ്തു എന്ന ഏക വഴിയിലൂടെ ഒരുക്കിയ രക്ഷയെ സ്വീകരിക്കുന്നതാണ് രക്ഷ. എന്താണ് ശിക്ഷ? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലൂടെയുള്ള ഈ വഴിയെ വിശ്വസിക്കാത്തത്, പുത്രനിൽ വിശ്വസിക്കാത്തതാണ് ശിക്ഷ. ഒറ്റ വാക്കി പറഞ്ഞാൽ, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര കടുഞ്ചുവപ്പായ പാപമാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് എത്ര നല്ലവരാണെങ്കിലും അവരുടെ നീതിപ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ ആയിത്തീരും. അവരെത്ര നീതിമാനാണെങ്കിലും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലേ, അവർ തള്ളപ്പെടും. ഒന്നുകൂടി പറയാം, എത്ര മഹാപാപികളാണെങ്കിലും യേശുവിനെ വിശ്വസിച്ചുവോ അവൻ രക്ഷിക്കപ്പെടും, അവൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ ഈ ഭൂമിയിൽ എത്ര നല്ലവരായിട്ട് ജീവിച്ചാലും, ദാനധർമ്മങ്ങൾ ചെയ്താലും, പുണ്യപ്രവർത്തികൾ ചെയ്താലും, സമൂഹത്തെ മുഴുവനും നന്മ കൊണ്ട് നിറച്ചാലും, തങ്ങൾക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, 1 കൊരിന്ത്യർ 13 പറയുന്ന പോലെ യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ തള്ളപ്പെടും. അത് യഹൂദനെന്നില്ല, യവനനെന്നില്ല, ഒറ്റ വഴിയേ ഉള്ളൂ യേശു. നിത്യതയ്ക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ യേശു. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ഒരു അനുഭവം പ്രാപിച്ചവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജീസസ് എവരിഡേ എന്ന ഈ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും വരുമ്പോൾ ഓർക്കണം, ഈ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാവരും ഏറ്റുപറയേണ്ടി വരും. ഈ നാമത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ ശക്തിയുള്ള ആരുമില്ല. ഈ നാമത്തിൻ്റെ മുൻപിൽ മന്ത്രവാദങ്ങൾ മുട്ടുകുത്തും, ആഭിചാരങ്ങൾ മുട്ടുകുത്തും, ശാപങ്ങൾ തോറ്റുപോകും. ലോകം മുഴുവനും യേശുവിന് വേണ്ടി നിൽക്കുന്നവനെ ശപിച്ചാൽ അവൻ്റെ മേൽ ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ശാപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യേശു ക്രിസ്തുവിലെ അല്ലാത്തവർക്കാണ് ശാപം. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ ശപിക്കുവാൻ ഭൂമിയിലുള്ള സകലരും വിചാരിച്ചാൽ നടക്കില്ല. അതാണ് തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടാത്ത ജനം. ആ ജനത്തെ, യാക്കോബിൻ്റെ ജനത്തെ ശപിക്കുവാനായിട്ട് ബാലാക്ക് എന്ന രാജാവ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മന്ത്രവാദിയെ കൊണ്ടുവന്നു. ആ മന്ത്രവാദിയോട് ദൈവം പറഞ്ഞു, ഈ ജനത്തെ ശപിച്ചു പോകരുത്, നീ ഗുണവും പറയണ്ട ദോഷവും പറയണ്ട. പിന്നത്തേതിൽ ബിലെയാമിനോട് പറഞ്ഞു, ഞാൻ പറയുന്നതേ അവരോട് പറയാവൂ. അങ്ങനെ ബിലെയാം വാ തുറന്നപ്പോൾ ബിലെയാം ഈ ജനത്തെ നോക്കി ശപിക്കാനാണ് വാ തുറന്നത്. എന്നാൽ വായിൽ വരുന്നത്, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും. ഈ ഒരു വാക്കിൽ നിന്ന് ഒരു സത്യം അറിയണം. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാം, ദൈവം ശപിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ശപിക്കാൻ കഴിയൂ. അതിൻ്റെ അർത്ഥം, ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അവരെ ശപിക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും. എത്ര വലിയ പദവിയാണ്! അബ്രഹാമിൻ്റെ മക്കളായി യേശു ക്രിസ്തു മുഖാന്തരമായിത്തീരുന്ന ഒരു വ്യക്തി അറിയണം, ഞാനൊരു അനുഗ്രഹമാണ്. എന്നെ ആരനുഗ്രഹിച്ചാലും
അവർ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം, നമ്മെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞാൽ, അഭിനന്ദിച്ചാൽ, നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ, നമുക്കാരെങ്കിലും ഒരു സാമ്പത്തിക ഹെൽപ്പ് ചെയ്താൽ, അതൊക്കെ ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ജന്മദിനത്തിന് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ, നമ്മെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞാൽ, അതിനെല്ലാം പ്രതിഫലമാണ്. കാരണം നമ്മെ അനുഗ്രഹിക്കുകയാണ്, അവര് നമ്മെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാലേബ് യോശുവയും മോശയെ സപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് കാലേബിന് യോശുവയ്ക്കും കനാനിലെത്താൻ കഴിഞ്ഞത്. കാരണം മോശയ്ക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ്, ദൈവത്തോടു കൂടെ നിൽക്കുന്നവരെ ആരനുഗ്രഹിക്കുന്നു അവരനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. എത്ര വിലപ്പെട്ടവരാണ് നാം. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ഭൂതലത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മുടെ അനുഗ്രഹം ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് 2024 എന്ന പുതിയ വർഷം ദൈവം തന്നിരിക്കുന്നത്. ഈ വർഷം നമ്മളത് കാണും, നമുക്ക് വിശ്വസിക്കാം. നമുക്കിതുപോലൊരു ജീവിതം തന്ന യേശു കർത്താവിനെ സന്തോഷത്തോടെ നിറഹൃദയത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. कहते हैं
हम कहते हैं हाँ प्रभु यीशुआ मुझ में हो तेरी महिमा। हाँ प्रभु यीशुआ मुझ में हो तेरी महिमा। हाँ प्रभु, हाँ प्रभु यीशुआ मुझ में हो तेरी महिमा। आ प्रभु यीशुआ मुझ में हो तेरी महिमा। मुझ में हो तेरी महिमा। मुझ में हो तेरी महिमा। യെശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായത്തിലെ ഒരു വാക്യം നമ്മൾ ആരംഭത്തിൽ വായിച്ചു. 1-ാം വാക്യം, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് എത്ര വലിയൊരു വാക്കാണ്. ഭർത്താവുള്ളവൾക്ക് ധാരാളം മക്കൾ, എന്നാൽ മച്ചിയായവൾക്കോ മക്കളില്ല. അവൾ വളരെ പുറകിലാണ്. എന്നാൽ അവൾ മുന്നിൽ വരുമെന്ന്, അവൾ വലിയ സമൂഹമാകുമെന്ന്. അതായത് ഭർത്താവുള്ള അവളുടെ മക്കളേക്കാൾ നോവ് കിട്ടിയിട്ടില്ലാത്ത അവളുടെ മക്കൾ വർദ്ധിച്ചു വരുമെന്ന്. അതായത് നാച്ചുറലായി പോകുന്നതിനേക്കാൾ സൂപ്പർ നാച്ചുറൽ ദൈവം ചിലർക്കായി ഒരു സാധ്യതയും ഇല്ലാത്തവർക്കായി വെളിപ്പെടുത്തുമെന്ന്. യെശയ്യാവ് 53 അതിൻ്റെ കാരണം. യെശയ്യാവ് 53 യേശു ക്രൂശിൽ മരിച്ച ചരിത്രമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യെശയ്യാവ് പ്രവചിച്ചത്. അതിനുശേഷം പറയുകയാണ്, പ്രസവിക്കാത്ത മച്ചിയെ ആർത്ത് ഘോഷിക്കുക. വാഗ്ദത്തം സാറയ്ക്കാണ്, വാഗ്ദത്തം ഹാഗാറിനല്ല. എന്നാൽ ഹാഗാറിന് ഇപ്പോൾ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞു. വാഗ്ദത്തമുള്ള സാറയ്ക്കോ തലമുറയില്ല. ഇന്ന് പലരും വാഗ്ദത്തമുണ്ടെങ്കിലും പുറകിൽ കിടക്കുമ്പോൾ ഭാരപ്പെടുമല്ലേ? മാനുഷികമായി പോകുന്ന പലർക്കും എല്ലാ സമയത്തിനും നടക്കുന്നുണ്ട്. ഹാഗാറിൻ്റെ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നടക്കുന്നുണ്ട്. ചില വീടുകളിലെ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നടക്കും. സമയത്ത് കല്യാണം, വിദ്യാഭ്യാസം, ജോലി, വരുമാനം, വീട് വെക്കുക. ഈ പ്രകൃതിയിലെ കുരുവികൾക്ക് പോലും എല്ലാം നാച്ചുറലായിട്ടാണ് നടക്കുന്നത്. കാട്ടിലെ മൃഗങ്ങളുടെ കാര്യങ്ങളെല്ലാം നാച്ചുറലായിട്ട് എല്ലാം അതതിൻ്റെ സമയത്ത് നടക്കുകയാണ്. എന്നാൽ ചിലർക്ക് സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെ തളരരുത്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയാകാനുള്ളൊരു അവസരമാണ് ദൈവം തരുന്നത്. നോർമലായി പോകുന്നതിനേക്കാൾ ചിലരെ ദൈവം അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നു. സാറയെ ഹാഗാറിനേക്കാൾ ഒരു അത്ഭുതമാക്കാൻ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. വാഗ്ദത്തം സാറയിൽ നിന്നാണ്. വൈകി വന്ന വാഗ്ദത്തം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിലെ ആ വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചത്. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക എന്ന വാക്കാണ്. എൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു.
ഗലാത്യ സഭ അവരോട് പറയുകയാണ്, നമ്മൾ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. നാച്ചുറലായിട്ട് ജനിച്ചവരേക്കാൾ വാഗ്ദത്തത്തിൽ ജനിച്ചവർ വർദ്ധിച്ചു വരുമെന്ന്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഈ ലോകത്തിലുള്ളവരെക്കാൾ ദൈവത്തിൻ്റെ മക്കൾ കുതിച്ചുയരും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണല് പോലെ അബ്രഹാമിനെ പെരുക്കാമെന്ന് ദൈവം പറഞ്ഞു. എന്നിട്ടും കാര്യങ്ങൾ വൈകുന്നു. വാഗ്ദത്തമുള്ളവരുടെ പ്രശ്നം കാര്യങ്ങൾ വൈകുന്നു എന്നുള്ള ഒരു ഭാരമാണ്. എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നോട് എന്തോരം പ്രവചനങ്ങളാണ് കിടക്കുന്നത്. ഇന്ന പാസ്റ്റർ പറഞ്ഞു, സ്വപ്നത്തിൽ കർത്താവ് പറഞ്ഞു, രാവിലെ ഒരു ദിവസം ദർശനത്തിൽ കർത്താവ് ഇടപെട്ടു, പ്രസംഗത്തിലൂടെ ഇന്ന ദൈവദാസയിലൂടെ ഇടപെട്ടു, ടെലിവിഷൻ ചാനൽ തുറന്നപ്പോൾ ഒരു സായിപ്പ് വിരൽ ചൂണ്ടി പറഞ്ഞു. ഇതെല്ലാം എവിടെ? ദൈവം നിന്നോട് പറഞ്ഞതിന് ആകാശവും ഭൂമിയും മാറിയാലും മാറില്ല. നിന്നോടുള്ള പ്രവചനങ്ങൾ, നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തോട് പറഞ്ഞു. ദൈവമേ, നീ എന്നോട് പറഞ്ഞതല്ലേ? ദൈവം പറയും, ഉവ്വ് ഉവ്വ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതിന് ഉവ്വ് ഉവ്വ് എന്നാണ്. അതിന് നമ്മൾ ആമേൻ ആമേൻ എന്ന് പറയണമെന്ന് നമ്മൾ വായിക്കുന്നു. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ്, അതിന് യെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ നമ്മുടെ കർത്താവേ, നീ എന്നോട് പറഞ്ഞതല്ലേ എന്നെ മാനിക്കാമെന്ന്. അപ്പോൾ ഉടനെ ദൈവം യെസ് യെസ്. അതിന് നമ്മൾ ആമേൻ ആമേൻ, അത് നിവർത്തിയാകുമെന്ന് പറയണം. പരാതി പറയരുത്. ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവത്തിന് നിവർത്തിയാക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്നിട്ട് സക്കരിയ പ്രവാചകനോട് പറയുന്നു, പുരോഹിതനോട് പറയുന്നു. സക്കരിയ പുരോഹിതനോട് പറഞ്ഞു, നിനക്കും നിന്റെ ഭാര്യയ്ക്കും വാർദ്ധക്യത്തിൽ ഒരു മോൻ ജനിക്കാൻ പോകുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. കുടിക്കരുതെന്നല്ല, ശിംശോനെ കുറിച്ച് പറഞ്ഞത് കുടിക്കാൻ പാടില്ലെന്നാണ്. ഇതങ്ങനെയല്ല, കുടിക്കില്ല. ജനനം കൊണ്ട് വൃതസ്ഥനാണ്. അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ അവനെ മോൾഡ് ചെയ്യുകയാണ്. ഇത് കേട്ട് സക്കരിയാവ്, ഇത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സു ചെന്നതുമല്ലേ. ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ആലോചന നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഇത് സംഭവിക്കും വരെ നീ ഊമനായി പാർക്കും. ദൈവ സന്നിധിയിൽ നിൽക്കുന്നവർക്ക് ഉറപ്പാണ്, പറഞ്ഞാൽ അത് നടക്കും. ദൈവം പറഞ്ഞ, ഗബ്രിയേൽ പറയുന്നത്, ഞാൻ കോടിക്കണക്കിന് വർഷമായി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സന്ദേശദൂതനാണ്. എൻ്റെ ജോലി ദൂത് പറയലാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കുക, അത് പറയുക, നടപ്പിലാക്കുക. ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയുണ്ട്. ഗബ്രിയേലിന് പറയാനുള്ളത്, ദൈവമാണ് പറഞ്ഞതെങ്കിൽ, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കും. ദൈവം മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ മുളച്ചു വന്നിരിക്കും. ദൈവം നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചിരിക്കും. ദൈവം പ്രസവിക്കാത്ത മച്ചി ആർത്തു ഘോഷിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആർത്തു ഘോഷിക്കും. ദൈവം പറഞ്ഞതാണോ? ഗബ്രിയേലിന് ചോദിക്കാനുള്ളത്, ദൈവം പറഞ്ഞതിനെ നീ എന്തിനു സംശയിച്ചു? അതുകൊണ്ട് ഇനി നീ സംസാരിക്കരുത്. ഇത് നിന്നിൽ നടന്നേ മതിയാവും, നിന്റെ ഭാര്യയിൽ നടന്നേ മതിയാവും. നീ അവിശ്വാസത്തിന്റെ വാക്ക് ഇനി പറയരുത്. എത്ര നാൾ? ഈ കുഞ്ഞ് ജനിക്കും വരെ. സക്കരിയാവിന്റെ അവിശ്വാസത്തെ അടച്ചിട്ട് ദൈവം ഈ കാര്യം ചെയ്തു. അവിശ്വാസത്തെ അടച്ചു കളഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മുടെ അവിശ്വാസത്തെ അടക്കാമെങ്കിൽ വാഗ്ദത്തങ്ങൾ ജനിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രശ്നം, നമ്മൾ പറയുന്ന വാക്ക് ഇത് എങ്ങനെ നടക്കും? സമയം കഴിഞ്ഞല്ലോ, പ്രായം കൂടിയല്ലോ, കണക്ക് കൂട്ടിയതുപോലെ നടന്നില്ലല്ലോ,
ഇന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, നാച്ചുറലായിട്ടുള്ള ഒരു കാര്യവും നീ സമ്മതിക്കരുത്, നീ അതിനെ ശ്രദ്ധിക്കരുത്. നിന്റെ ശ്രദ്ധ എപ്പോഴും കർത്താവിലും അവൻ്റെ അമിത ബലത്തിലായിരിക്കും. കർത്താവിൽ ശ്രദ്ധ വയ്ക്കുക. കർത്താവ് എന്തു പറഞ്ഞു? അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? റോമാലേഖനം 7 നമുക്ക് കാണാം. എന്താണ്? സകല നിരാശകളും അബ്രഹാമിന്റെ ചുറ്റും വന്ന് വെല്ലുവിളിച്ചു. നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നിന്റെ ഭാര്യയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? ഹാഗാറിലൂടെയല്ലേ നിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ? ഇങ്ങനെ വിശ്വാസം പറഞ്ഞുകൊണ്ട് നടന്ന കാര്യം നടക്കും? നീ എത്ര നാളായി പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്തല്ലേ യാഗപീഠം പണിയിലല്ലേ നിന്റെ ജോലി? നിരാശകൾ അവൻ്റെ ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങി. നീ നേരത്തെ തന്നെ സാറ പറഞ്ഞ കാര്യം ചെയ്തിരുന്നെങ്കിൽ നിനക്കിപ്പോ നിന്റെ എത്ര പിള്ളേരായനെ? നിന്റെ വാർദ്ധക്യം വേസ്റ്റ് ആകത്തില്ലായിരുന്നു. ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ പോരാ. ദൈവം പാതി ഞാൻ പാതി എന്ന് പറയണം. അത്യാവശ്യം ഞായറാഴ്ചയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ പോകണം. എപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞ് ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിരാശകൾ അവൻ്റെ ചുറ്റും കൂടി. ഇവിടെയാണ് പല വിശ്വാസികളും തോറ്റുപോകുന്നത്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അവിടെ തോറ്റില്ല, അവൻ നിരാശകളെ തോൽപ്പിച്ചു. നിന്റെ ചെവിയിൽ വരുന്ന നിരാശയുടെ ശബ്ദത്തെ, നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന നിരാശയുടെ ശബ്ദത്തെ, തളർത്തുന്ന ശബ്ദത്തെ തോൽപ്പിക്കാനുള്ളൊരു വിശ്വാസം ദൈവവചനം നിനക്ക് തരും. വചനം നിനക്ക് വിശ്വാസം തരും. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തിക്കളഞ്ഞു, സിംഹങ്ങളെ വാ അടച്ചെന്ന്. നമ്മളോർക്ക് നമ്മുടെ ജീവിതത്തിൽ സിംഹമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നിലാണ്ട് നമ്മുടെ ചെവിയിൽ വന്ന് പറയുന്ന ഓരോ സിംഹവും നടക്കില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില അലർച്ചകൾ കേൾക്കുമ്പോൾ അവിശ്വാസമാകുന്ന സിംഹത്തിൻ്റെ വാ അടക്കാൻ ഉള്ള ശേഷി നമുക്കുണ്ട്. വിശ്വാസത്താൽ അവർ സിംഹങ്ങളെ വായടച്ചു. ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറയും നടക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് അടുത്ത ചുവട് വെക്കാം. ഈ കാര്യം പ്രാർത്ഥനയിലൂടെ നടക്കില്ല, ഇതിന് ഇന്ന ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മതി. ഇതിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല, ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പിരിവിട്ടോ എങ്ങനെയെങ്കിലും കാര്യം നടത്തിയാൽ മതി. ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്തു. ഏകാഗ്നിയുടെ മക്കൾ സാറയിൽ നിന്ന് തന്നെ കേൾക്കുന്ന ശബ്ദം മുഴുവനും ഹാഗാറിൽ നിന്നാണ് വലിയ ഭാവി അബ്രഹാമേ. എന്നാൽ വചനം അബ്രഹാമിനോട് പറയുന്നു സാറയിൽ നിന്ന്. ഈ രണ്ട് സമ്മർദ്ദത്തിൻ്റെ ഇടയിലാണ് അബ്രഹാം. ഹാഗാറിൽ നിന്നാണോ വലിയ ഭാവി? സാറയിൽ നിന്നാണോ വലിയ ഭാവി? പിന്നീട് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകില്ല. സ്വതന്ത്രയുടെ മകൻ. നമുക്ക് ദൈവം തരാൻ പോകുന്നത് മറ്റുള്ളവരുമായിട്ട് ഇടകലരുന്നതല്ല, നമുക്ക് നമ്മുടേതായ ഒരു നന്മ, ജഡത്തിൽ ആശ്രയിച്ചുണ്ടാകാത്ത ഒരു നന്മ, വിശ്വാസത്തിൽ മാത്രം പിടിച്ചു നിന്നപ്പോൾ കിട്ടിയ ഒരു നന്മ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ തുറന്നു തരികയാണ്. പ്രാർത്ഥിച്ച് തന്നെ വാങ്ങുന്ന നന്മ, അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിക്കും. എന്നാൽ ജഡപ്രകാരം നമ്മൾ ചുവട് വെക്കുമ്പോൾ കിട്ടുന്ന നന്മ, അത് പിന്നത്തേതിൽ വലിയ വൈഷമ്യങ്ങളുണ്ടാകും. വാഗ്ദത്തത്തെ എതിർക്കുന്ന, വാഗ്ദത്തത്തെ അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി എതിർക്കുന്ന ഒരു ഇശ്മായേലായി പിന്നത്തേതിൽ ജഡത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ലേഖനത്തിൽ വായിക്കുന്നത് ജഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെയും
പാപമാണ്. അപ്പൊ ആത്മാവിൽ നിന്നുണ്ടാകുന്നതാണ് അനുഗ്രഹം. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് എന്ന് പറഞ്ഞ് വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെ ഗലാത്യ ലേഖനത്തിൽ തന്നെ പറഞ്ഞു, ജഡത്തിൽ നിന്നുണ്ടാകുന്നത് നാശം കൊയ്യും. വ്യഭിചാരം, കൊലപാതകം, മദ്യപാനം, വെറിക്കൂത്ത്. എന്നാൽ ആത്മാവിൽ നിന്ന് വരുന്നതുണ്ട്, അത് സ്നേഹം. ഗലാത്യ ലേഖനം 5:22 സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതാണ് വാഗ്ദത്തത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതൊരു ഫലമാണ്, ആത്മാവിൻ്റെ ഫലം. ജഡത്തിൻ്റെ ഫലമോ അത് വേദനകൾ, സങ്കടങ്ങൾ. അതുകൊണ്ട് മാനുഷികമായ ഒരു രീതിയിൽ ചുവട് വെക്കുന്നവർ പിന്നത്തേതിൽ തകർന്നു പോകും, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ വാഗ്ദത്തപ്രകാരം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കുതിച്ചുയരും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് എങ്ങനെ സകല നിരാശകളെയും താൻ എതിർത്തു. ഇതുപോലെ പിശാച് കൊണ്ടുവരുന്ന നിരാശകളോട് യുദ്ധം ചെയ്യാനുള്ള ശേഷി വേണം. ഇത്രയും കാലമായിട്ട് അത് നടന്നില്ല, മറ്റേ കാര്യം നടന്നില്ല, ഈ പ്രസംഗമൊക്കെ വെറുതെയാ, ഈ വചനം കേൾക്കുന്നു വെറുതെയാണ്, എത്ര നാളായി ആരാധിക്കുന്നു, അവർക്കത് ലഭിച്ചു, ഇവർക്കിത് ലഭിച്ചു, മറ്റവരെ നോക്കിയേ, അവരെ നോക്കിയേ, അവരിത്രയും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവരെ എന്നെപ്പോലെ ഉപവസിക്കുന്നില്ലല്ലോ. ചില കുഞ്ഞുങ്ങൾ വന്നാൽ മമ്മിക്കാണ് എപ്പോഴും പ്രാർത്ഥന, ഈ പ്രാർത്ഥിച്ചിട്ട് എവിടെ മമ്മി? ഈ വീട്ടിൽ മാത്രമുള്ളൂ ഇതുപോലൊരു പ്രാർത്ഥന. പിള്ളേർക്കാണെങ്കിലും വഴക്ക്. അവിടെയെല്ലാം പിടിച്ചു നിൽക്കണം. ഒരു നാൾ വരും, അതിൻ്റെ സമയമാണിത്. ഈ ദിവസങ്ങളിൽ ചിലത് തുറക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ഉവ്വ് ഉവ്വ് എന്നാണ്. അതിന് നമുക്ക് ആമേൻ ആമേൻ എന്ന് പറയാം. നമുക്കത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, തളരാതെ നിരാശകളുടെ നടുവിൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ ഇത് കേൾക്കുന്നവർക്ക് അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ചലനമില്ലാതെ ഉറച്ചു നിന്ന് വിശ്വസിക്കുവാൻ, ചഞ്ചലിക്കാതെ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ കൊടുക്കണമേ. അബ്രഹാമും ഇടക്ക് ചഞ്ചലിച്ചു. അങ്ങനെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ ഉണ്ടായി. പിന്നത്തേതിൽ അതെല്ലാം പുറത്താക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ നിലനിൽക്കുന്ന വാഗ്ദത്തം ഏകാഗ്നിയുടെ മക്കൾ ആയി തീർന്നതുപോലെ ഞങ്ങളോടുള്ള ആലോചനകളെ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങളോടുള്ള പ്രവചനങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങളോടുള്ള ആ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ അടിവരയിട്ട് അതിന് ആമേൻ പറഞ്ഞ് കാത്തിരിക്കുന്ന ഈ മക്കൾക്ക് ബൈബിളിലെ ഓരോ അധ്യായങ്ങളിലും അടിവരയിട്ട് കളറ് ചെയ്ത് അത് കാത്തിരുന്ന് ആമേൻ പറയുന്ന ഈ മക്കൾക്ക് അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യങ്ങളും തലമുറകളും ഉയർച്ചകളും ഈ മക്കൾക്കുണ്ടാകട്ടെ. ഇവരുടെ വിശ്വാസത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ ആ വാക്കുകൾ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ മേൽ അതുപോലെ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ വാഗ്ദത്ത നിവർത്തികളിൽ തുള്ളിച്ചാടാൻ കർത്താവ് ഇടയാക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.